പറഞ്ഞു കഴിഞ്ഞാൽ 14 ജില്ലക്കാരും കൂടിച്ചേരുന്ന ഒരു ഓണമാണ്. അതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വൈബാണ്. അതാ നോക്ക്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ തിരുവനന്തപുരത്ത് അങ്ങനെ പരന്ന് കിടന്ന ഓണമാണ്. ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഓണം, ആഘോഷങ്ങളുടെ ഓണം. തിരുവനന്തപുരത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. സ്വാഗതം ഓണക്കൂടാരം അറ്റ് തിരുവനന്തപുരം. ഓണമല്ലേ, പൂക്കളം ഇടാനായിട്ട് നമ്മൾ പൂവൊക്കെ വാങ്ങിച്ച് പൂക്കളമൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി തലയിലും കൂടെ കുറച്ച് പൂവൊക്കെ ഇടേ, എന്നാലല്ലേ അതിനൊരു ഫിനിഷിങ് ആവുള്ളൂ. ഇതിലിപ്പോൾ മുല്ലപ്പൂ മാത്രം ഉള്ളതുണ്ട്, അതോടൊപ്പം റോസാപ്പൂ ഉണ്ട്, അതോ തുളസിയുണ്ട്. ഏതെടുക്കാം ചേട്ടാ? ഇതെങ്ങനെയാ മുഴത്തിന്? 100 രൂപ. അപ്പോൾ ഒരു 2 മുഴം എടുത്തോ. അപ്പോൾ 2 മുഴം പൂ നമ്മൾ വാങ്ങിച്ചു. പൈസ വേണ്ടേ? അപ്പോൾ 2 മുഴം പൂവ് 200 രൂപയായിട്ടുണ്ട്. ഇനി ഇത് തലയിലൊക്കെ വെച്ച് നമുക്കിനി അങ്ങോട്ട് കളറായിട്ട് ഓണം ആഘോഷത്തിനങ്ങോട്ട് ഇറങ്ങണം. ഓണാഘോഷത്തിന്റെ ഹൃദയം ഏതാന്ന് ചോദിച്ചാ ഞാൻ പറയാം അത് ചാലക്കമ്പോളമാണെന്ന്. പൂക്കളം ഇടാനുള്ള പൂ തൊട്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം വാങ്ങാൻ തിരുവനന്തപുരംകാര് പണ്ട് തൊട്ടേ വരുന്നത് ഈ ചാലക്കമ്പോളത്തിലേക്കാണ്. പൂവായാലും സാധനങ്ങളായാലും അതും അടുക്കളയിലേക്കുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വസ്ത്രങ്ങളോ എല്ലാം വിലപേശി വാങ്ങാൻ ഓണക്കാലമായിട്ടുണ്ടെങ്കിൽ ചാലക്കമ്പോളത്തിലേക്ക് ഒരു വിസിറ്റ് അത് മസ്റ്റാണ്. ഓണത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരക്കിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് അങ്ങനെ പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പർച്ചേസിൻ്റെ സമയമാണ്. തിരുവനന്തപുരംകാർ ഇങ്ങനെ ഇറങ്ങി നടക്കും. വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെയുള്ളത് ആദ്യം കണ്ടുപിടിച്ചത് ഈ ചാലക്കമ്പോളത്തിലാണെന്നാണ് തിരുവനന്തപുരത്ത് വന്ന നാളോട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, ഇതാ നോക്ക്, ഫ്ലോറൽ കാർപ്പറ്റ് എന്ന പേരിൽ പൂക്കളത്തിൻ്റെ പ്ലാസ്റ്റിക് ഡിസൈൻ വരെ അങ്ങനെ എല്ലാം റെഡിമെയ്ഡ് ആകുന്ന ഈ കാലത്ത് പൂ വാങ്ങി പൂക്കളം ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇവരൊക്കെ ഈ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളറാണ് ഓണം. ചാലയിലൊന്ന് വരാതെ പോകാതിരിക്കാനും പറ്റില്ല. ഓണമൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങ് പോകുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് ഇനി എല്ലാ പർച്ചേസും കഴിഞ്ഞ് ഇനി അടുത്ത് കുറച്ച് പർച്ചേസ് കൂടെ ഉണ്ട്. ഇനി അതൊക്കെ ചെയ്യണം. ഇതിപ്പോൾ പൂ വാങ്ങി ഇനി അടുത്ത വേറെ ഡ്രസ്സിലോട്ടുള്ള പർച്ചേസിന് പോകാൻ പോകുന്നു. ഞാൻ പച്ചക്കറി വാങ്ങാനാണ് വന്നത്. വാങ്ങി മലയാളികളുടെ ഓണമാണ് ഇതിനായിട്ട് ഓണം ആഘോഷിക്കാനായിട്ട് പലക്കറി വാങ്ങാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരമൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഓണാഘോഷമുണ്ട്. ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷം ഓണത്തിൻ്റെ സമയത്ത് സാധാരണ നടത്താത്ത ഒരിടത്ത് പോയി ഒരു ഓണം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കാൻ പോവാം. പ്രേക്ഷകർ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആഘോഷം കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ദ ഗ്രേറ്റ് ബോംബെ സർക്കസിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ സർക്കസ് കമ്പനിയാണ്. ഈ കമ്പനി കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഒരു സർക്കസ് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉള്ളത് പുത്തരിക്കണ്ടത്താണ്. പുത്തരിക്കണ്ടത്ത് ഇങ്ങനെ 3 ഷോ വീതമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമസ്കാരം. നമസ്കാരം. ഞാൻ സർക്കസ് കൂടാരത്തിൽ ഓണം ഉണ്ടോ, ഓണം ആഘോഷിക്കുന്നുണ്ടോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു ഞാൻ ഇന്ന് അവരുടെ ആഘോഷത്തിന് പോവാണെന്ന്. അപ്പോൾ നമ്മുടെ ഒരു ആഘോഷം ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യമായി റിപ്പോർട്ടർ ചാനലിൽ കാണിക്കും. ജംബോ സർക്കസ്, ജെമിനി സർക്കസ്, ദ ഗ്രേറ്റ് ബോംബെ സർക്കസ്, ഈ 3 സർക്കസ് കേരളത്തിൽ എവിടെ നടന്നാലും ആ കൂടാരത്തിൽ പോയാൽ അവിടെ നമുക്ക് ചുറ്റുവട്ടത്തൊരാളെ കാണാൻ പറ്റും. അത് രഘുനാഥേട്ടനാണ്. കണ്ണൂരുകാരനായ രഘുനാഥേട്ടനും സർക്കസും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് 1-2 കൊല്ലമല്ല 50 കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? 56 വർഷം. അപ്പോൾ ഈ 3 സർക്കസുകൾ, ഇന്ത്യയിൽ തന്നെ 5 സർക്കസ് കമ്പനിയേ ഉള്ളൂ. അതിൽ 3 എണ്ണത്തിൻ്റെയും കൂടെ നിൽക്കുകയാണ്. സർക്കസിനോട് അത്രയ്ക്ക് താല്പര്യമാണോ? താല്പര്യം. അവിടെ ഇപ്പോൾ ഓണം ആഘോഷമൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ഇത്തവണ ഓണം അങ്ങ് റിപ്പോർട്ടറിൻ്റെ കൂടെ ആഘോഷിക്കുകയാണ്.
എന്ത് ഇങ്ങനെ ഈ ഒരു നമ്മളെ ആശയം പറഞ്ഞപ്പോഴത്തേക്കും ഈ ഓണം ആഘോഷിക്കാം അവരോട് ആഘോഷിക്കാമെന്ന് തോന്നാനുള്ളൊരു കാരണം എന്താ? കാരണം എല്ലാ ദിവസവും സർക്കസ് ഒക്കെ ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഉണ്ട്, സർക്കസ് ഉണ്ട്. ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ, ജനങ്ങൾ അറിയണം. ഇത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആൾക്കാർ മൊത്തത്തിൽ സർക്കസ് ഒന്നുമില്ല ഇങ്ങനെയുള്ളത്. അതായത് മൃഗങ്ങളൊക്കെ പോയതോടെ സർക്കസ് തീർന്നു എന്നല്ലേ? അപ്പോൾ അത് അറിയിക്കേണ്ട നിങ്ങളെ ചാനൽ വഴിയാണ്. അപ്പോൾ അത് ഈ ഓണം റിപ്പോർട്ടറിൻ്റെ കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ആഘോഷത്തിലേക്ക് ചെന്ന് അവരുടെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാം. എത്യോപ്യക്കാരൊക്കെയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എന്ത് സംഭവിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാൻ തയ്യാറാണ്. പോലെ നമ്മൾ ജമന്തിയും ചെണ്ടുമല്ലിയും അങ്ങനെ പല നിറങ്ങൾ ചേരുമ്പോഴാണ് പൂക്കളത്തിന് അതിൻ്റെ ഒരു മനോഹാരിത വരുന്നത്. ആ പൂക്കളത്തിലെ പൂക്കളെ പോലെയാണ് ഇപ്പോൾ ഈ പൂക്കളം ഇടുന്ന സുന്ദരിമാരും. ഇതിനൊരു കാരണമുണ്ട്. എത്യോപ്യ, നേപ്പാൾ, മൈസൂരു, അസം, ബംഗാൾ, പിന്നെ നമ്മുടെ കേരളവും ഇതെല്ലാം ചേരുന്നതാണ് ഈ സുന്ദരിമാരുടെ കൂട്ടം. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് പൂക്കളം ഇടുമ്പോൾ ഇതിൽ പരം നാനാത്വത്തിൽ ഏകത്വം എന്ന് നമുക്ക് എവിടെയാണ് പറയാൻ കഴിയുക? ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിലെ പൂക്കളമൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഈ പൂക്കളമൊക്കെ ഇട്ട ആളുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ അടുത്തിരിക്കുന്ന ആള് കണ്ടാൽ തോന്നും തൃശ്ശൂരോ പാലക്കാടോ ഒക്കെ ഉള്ളൊരു സുന്ദരിയാണത്. പക്ഷെ ആള് അസമിൽ നിന്ന് വന്ന് തന്നി മലയാളിയായിട്ട് ഈ ഓണക്കാലത്ത് മാറിയിരിക്കുകയാണ്. പേര് നന്ദിത. അതുപോലെ ഓരോരുത്തർക്കും ഓരോ കഥയൊക്കെ പറയാനുണ്ട്. ആ കഥയൊക്കെ പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ആളാണ്. കാരണവത്തിൽ നിന്ന് വിളിക്കാം. ഭാനു ചേച്ചിയുണ്ട്, അതോടൊപ്പം തന്നെ രേഷ്മയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഈ കൂട്ടത്തിൽ മലയാളം അറിയുള്ളൂ. രേഷ്മയ്ക്കാണെങ്കിൽ കുറച്ച് അറിയാം അല്ലേ മലയാളം? കുറച്ച് അറിയൂ. കുറെ കാലമായോ ഈ സർക്കസിന്റെ ഭാഗമായിട്ട്? 35. ഈ സർക്കസിൽ ഏത് ഇനമാണ് ആദ്യം തൊട്ടേ ചെയ്തു വരുന്നത്? ഫസ്റ്റ് ട്രപ്പീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 9 ഷോ ചെയ്യുന്നുണ്ട്. പൂക്കളം ഇടുന്നത് എങ്ങനെയുണ്ടായിരുന്നു? ട്രപ്പീസ് ആണോ പൂക്കളം ഇടലാണോ എളുപ്പം? രണ്ടും എളുപ്പമാണ്. ഇവരൊക്കെ പുതിയ ആൾക്കാരാണല്ലോ ഭാനു ചേച്ചി. പുതിയ എത്യോപ്യയിൽ നിന്നൊക്കെയുള്ള ആളുകൾ. അവരൊക്കെ ഇപ്പം നമ്മുടെ കേരള സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ പിന്നി കെട്ടിയ ഒരു വെറൈറ്റി ലുക്കാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടുത്തിയാലോ? ഇത് എമു. എമു, മേഗിഡി, ടീന. ഇവർ മൂന്നുപേരും എത്യോപ്യയാണ്. ആദ്യമായിട്ടാണോ ഓണം ആഘോഷിക്കുന്നത് ഇവര്? ഫസ്റ്റ്. അപ്പൊ 3 എത്യോപ്യക്കാരുടെ ആദ്യത്തെ ഓണമാണിത്. അത് നമ്മുടെ കണ്ണൊക്കെ എഴുതി വാലക്കിട്ടിരിക്കുന്ന സുന്ദരി. ഇത് കൊൽക്കത്ത, ബംഗാളാണ്. ഇത് സോനിയ. കൂടുതൽ ആൾക്കാരും ഇതിൽ അസം, ബംഗാൾ ഇത് രണ്ടുമാണ്. പിന്നെ എത്യോപ്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. മൈസൂരിൽ നമ്മുടെ രേഷ്മയുണ്ട്. രേഷ്മ, ഇവിടെ ഈ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഓണം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഓണമൊക്കെ അറിയാമോ? കുറച്ച് അറിയൂ എല്ലാവർക്കും. ആദ്യമായിട്ടാണോ നിങ്ങളിങ്ങനെ ഒരു ചാനലിന് മുന്നിൽ വന്നിരുന്ന് ഓണം ആഘോഷിക്കുന്നത്? ആദ്യമായിട്ടാണോ? ഇത് ആദ്യമായിട്ട് അവർക്കല്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആ സന്തോഷത്തിൽ ഇവരൊക്കെ കലാകാരന്മാരാണ്. നമ്മുടെ സർക്കസിൽ ഇവരുടെ കലാപ്രകടനമൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. അല്ലാതെയുള്ള കലാപ്രകടനങ്ങളൊക്കെ എങ്ങനെയാണ്? ഡാൻസ് ഒക്കെ കളിക്കുന്നവരാണോ? ഇല്ല, സർക്കസ് തന്നെ. എല്ലാവരും സർക്കസ്. ഡാൻസ് അറിയാവുന്നവരുണ്ടോ? തിരുവാതിര കളി നമ്മൾ എത്യോപ്യക്കാരെ കൊണ്ട് തിരുവാതിര കളി കളിപ്പിച്ച എങ്ങനെ ഉണ്ടാവും? നല്ല ഉണ്ടാവും. കൂടാരത്തിൽ നമ്മളിപ്പോൾ പൂക്കളം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ദ ഗ്രേറ്റ് ബോംബെ സർക്കസിൻ്റെ ടീമിൻ്റെ സർക്കസ് അല്ല, ഇനി ഓണം സ്പെഷ്യലാണ് നമുക്കിവർ തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രേഷ്മയും അതുപോലെ തന്നെ ഭാനു ചേച്ചിയും അതിലുള്ള എല്ലാ കോർഡിനേഷനും നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി കടക്കുക. എത്യോപ്യൻ ഡാൻസ് ഒക്കെ ഭയങ്കര ടഫാണ്. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. എത്യോപ്യൻ ഡാൻസ് നൗ ഈസി സ്റ്റെപ്പ്, നോട്ട് സിമ്പിൾ. അത് ഇച്ചിരി ടഫാണ്, അനങ്ങുന്നില്ല. ദിസ് ഈസ് ഈസി. ഇത് എളുപ്പമാണ്. സിമ്പിൾ. എത്യോപ്യൻ ഡാൻസും എല്ലാമായിട്ട് ഞാൻ ഭവനായി ശവമായി. ഇനി വൈകുന്നേരം സർക്കസിന് വരാമെന്ന് അവരോട് പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് പോവുകയാണ്. ഇനി നമുക്ക് ബാക്കി തിരുവനന്തപുരമൊക്കെ കാണണം, പിന്നെ ഒരു സദ്യ കഴിക്കണം. ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണ്ടേ? അപ്പോൾ ഇനി നേരെ സദ്യ. ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിലെ ആഘോഷവും ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ സമയം ഉച്ചയായാൽ പിന്നെ നമുക്ക് നേരെ ഓണസദ്യ കഴിക്കണം. ഞാനിപ്പോൾ ബേക്കറി ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഇനി സദ്യ കഴിക്കാം. കോഴിക്കോട്ടുകാരൻ മിഥുനുണ്ട് എൻ്റെ കൂടെ. ഇത് കോഴിക്കോട്ടുകാരൻ മിഥുൻ. തിരുവനന്തപുരം സദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ സദ്യയുടെ അത്ര വരില്ല എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പൊ തിരുവനന്തപുരത്തെ സദ്യ തിരുവനന്തപുരംകാരുടെ ടേസ്റ്റ് ഒന്ന് അറിയിച്ചു കൊടുക്കട്ടെ. നമ്മളിതാ സദ്യ കൊടുക്കാൻ പോവാണ് മിഥുൻ. റെഡി അല്ലേ? ഇഞ്ചി, നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, അച്ചാറ് 4. തിരുവനന്തപുരം സദ്യ കഴിക്കാൻ അതിന്റെ രീതിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നടുവേ ഭാഗിക്കണം, ഡിവൈഡ്. എന്നിട്ട് ഇതിൽ നമ്മളിപ്പോൾ പരിപ്പും നെയ്യും ഒക്കെ ഒഴിക്കും.
അതിലേക്ക് നമ്മൾ ഈ പപ്പടം അങ്ങോട്ട് എടുക്കണം. ഈ പപ്പടം എടുത്തങ്ങോട്ട് പൊടിക്കുക. അപ്പൊ ആദ്യം അടപ്രഥമനും പഴവും, അടുത്തത് കടലയും പപ്പടവും. ഇതിന് മുമ്പുള്ളതുവരെയൊക്കെ എല്ലാ ജില്ലയിലും കിട്ടും, പക്ഷെ ഇത് തിരുവനന്തപുരം. ഇത് സൈഡിലോട്ടാക്കിയിട്ട് ചോറെടുത്തിട്ട് 3 ആക്കണം. 3 പുളിശ്ശേരി അത് ആദ്യത്തേതിൽ ഒഴിക്കണം. അപ്പൊ ഈ സദ്യ ഇത്രയും പായസം കഴിച്ചതിൻ്റെയൊക്കെ ആ ഒരു മധുരവും മത്തും ഒക്കെ പോട്ടെ, അതിന് വേണ്ടി. അവസാനം മോരില് അവസാനിപ്പിക്കണം. അങ്ങനെ സദ്യ കഴിച്ച് നമ്മൾ ഇല മുടക്കി വെള്ളം കുടിച്ച് അതിനെ പുറത്ത് വയ്ക്കണം. ഇനി പറ, എങ്ങനെയുണ്ട് തിരുവനന്തപുരം സദ്യ? അടിപൊളി. അപ്പൊ തിരുവനന്തപുരം സദ്യ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി കുറേ വിശേഷങ്ങളുണ്ട്. ഈ സദ്യയുടെ ക്ഷീണമൊക്കെ തീർക്കാനായിട്ട് കുറച്ചൊന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങും തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരത്തിന്റെ ഓണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഓണമാകാൻ കാരണം ഇവിടുത്തെ ഈ ഒരു ലൈറ്റിംഗ് ആണ്. ലൈറ്റ് കാണാൻ പോകുന്നത് വരെ തിരുവനന്തപുരംകാരുടെ ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. അതിനായിട്ട് കുടുംബമായിട്ട് അങ്ങ് ഇറങ്ങും തിരുവനന്തപുരക്കാർ. ട്രിവാൻഡ്രത്തോട്ട് ഓണം കാണാൻ വരുമ്പോൾ അഫ്കോഴ്സ് കനകക്കുന്നിൽ വരണം. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, പ്രോഗ്രാംസ്, വൈബ്, ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഇതില്ലാണ്ട് ഒരു ഓണം ഇല്ല. അപ്പോൾ ഇവിടെ നിറയെ ദീപങ്ങളും ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഈ ഒരു രാത്രി സമയത്തൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തുള്ളവർക്ക് ഓണമെന്ന് ഓർക്കുമ്പോൾ തന്നെ കനകക്കുന്നായിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത്. അതുപോലെ ഓരോ വർഷവും ഒരേ മോഡലല്ല. ഇപ്പം എല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ലൈറ്റിൻ്റെ ഒക്കെ വളരെ ഭംഗിയാണ്. പിന്നെ ഓരോ വർഷം ചെല്ലുന്തോറും പുതുമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കണ്ടു, ലൈറ്റ് എല്ലാം കണ്ട് കൊള്ളാം. ഓണം ഈ വർഷം അടിപൊളിയാണെന്ന് തോന്നുന്നു. ഓരോ പ്രാവശ്യം കൂടുന്തോറും അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിംഗ് പുതു എക്സ്പീരിയൻസ്. പുറത്തൊക്കെ എന്തോരം ഓണക്കാഴ്ചകളാ. ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ. ആ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവുമുണ്ട്. എന്നാൽ ഒരു കൂടാരത്തിനുള്ളിൽ സ്വന്തം ജീവിതത്തിന് നിറം പകരാൻ, സന്തോഷമുണ്ടാക്കാൻ വേണ്ടി നമ്മളെ ചിരിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുടെ ഒരു കൂടാരം, അതാണ് ഈ സർക്കസ് കൂടാരം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പോൾ ബോംബെ സർക്കസിൽ എത്തിയിരിക്കുകയാണ്. ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പറഞ്ഞില്ലേ 105 വർഷമായതാണ്. അപ്പോൾ ഈ തമ്പുകളൊക്കെ അങ്ങ് നിലച്ചു, തമ്പുകളിലേക്ക് ആളൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ ദാ നമ്മുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നമ്മൾ രാവിലെ സർക്കസ് കൂടാരത്തിൽ അവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വാക്ക് പറഞ്ഞ പോലെ അവരുടെ സർക്കസ് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ബോംബെ സർക്കസിലെ എത്യോപ്യയിൽ നിന്നുള്ള കലാകാരന്മാരടക്കം എല്ലാവരും ചേർന്ന് ഈ ഓണക്കാലത്ത് വിരുന്നൊരുക്കുമ്പോൾ നമ്മളും കാണണ്ടേ? കാണണം.
ഞാണിന്മേൽ കളിയാണെന്ന് നമ്മൾ പറയും. പക്ഷേ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് സ്വന്തം കുടുംബത്തിന് നിറം പകരുന്ന മനുഷ്യരാണ് എൻ്റെ കൂടെയുള്ളത്. ദ ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ ടീം അംഗങ്ങൾ. ഇവരും കൂടി ചേർന്നാലല്ലേ നമ്മൾ മലയാളികളുടെ ഓണം പൂർണ്ണമാവുകയുള്ളൂ. അവരുടെ ജീവിതത്തിനും നിറം പകരണ്ടേ നമുക്ക്. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ. മാവേലി നാട്ടിൽ എല്ലാ മനുഷ്യർക്കും ഓണം ഉണ്ടാകണ്ടേ. ആ ഓണം ഉണ്ടായി എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഓണം ആഘോഷിക്കുന്നത്? ഓണത്തിന് നമ്മൾ കളിക്കുകയാണ്. സർക്കസിന് വരും? സർക്കസിന് ഇത് ആദ്യമായിട്ടാണ് ഓണം നമ്മളെ തേടി വരുന്നത്. അപ്പൊ ഞങ്ങൾ ഓണവും എല്ലാം നിങ്ങളുടെ അടുത്തെത്തി. അപ്പൊ ഹാപ്പിയായി. അപ്പൊ അതാണ് റിപ്പോർട്ടറിന്റെ ഓണം. അതൊരു ഒന്നൊന്നര ഓണമാണ്. എല്ലാവരും ഉണ്ടാകണം, എല്ലാവരും ചേരണം. അങ്ങനെ വേണം നമ്മൾ ഓണം ആഘോഷിക്കാൻ. ഹാപ്പി ഓണം റിപ്പോർട്ടർ. ഓണത്തിന് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു. അപ്പോൾ ഒരു ദിവസമൊക്കെ ഓണം കൂടാൻ പറ്റിയ സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ കണ്ട ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും ഇപ്പോൾ കാണുന്ന ശാന്തമായ നല്ല ഒരു രാത്രി വൈബിലുള്ള ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും, അതാണ് തിരുവനന്തപുരം തരുന്ന രണ്ട് തരം വൈബ്. അപ്പോൾ ഒന്നൊന്നര ഓണമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ.